ഇത് അമ്മായി കാക്ക. മൈലാഞ്ചിക്കര ഗ്രാമത്തിന്റെ എല്ലാമെല്ലാമാണ് ഇദ്ദേഹം. ഇരുണ്ടും വെളുത്തും കാലം നീങ്ങുന്ന ഈ ഗ്രാമത്തിലെ എല്ലാ സംഭവങ്ങളിലും അമ്മായി കാക്കയുടെ ഇടപെടലുകളുണ്ട്. വിഷയങ്ങൾക്കും വിശേഷങ്ങൾക്കും പഞ്ചമില്ലാത്ത ഇക്കാലത്ത് നമുക്കിടയിലേക്ക് ഒരു പുതിയ വിശേഷം. ആത്മവിദ്യാലയമേ അവനിലാത്മവിദ്യാലയമേ. ഒന്ന് നിർത്തണോ താൻ്റെ ഒരു ആത്മവിദ്യാലയം? 500 ആൾക്ക് പത്രം കൊണ്ട് MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഇവനവന്റെ മീനേറ്റ് കൊണ്ടിട്ടിരിക്കുന്നത്. അതും കണി കണ്ടോണ്ട് വേണം എനിക്ക് എന്റെ ജീപ്പ് എടുക്കാൻ. മനസ്സിലായോ? നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. ആട്ടെ, പ്രസിഡന്റ് എന്ത് പറയുന്നു? പ്രസിഡന്റേ, ഞാനോ? ഞാൻ ഗാഠമായി കൂലങ്കഷമായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ ഇരുവശവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ, അതാണ് നമുക്ക് ആവശ്യം. അതൊരാട്ടു സൂപ്പിന്റെ ഫലം ചെയ്യും. അല്ല സാർ, തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? തിരുവനന്തപുരത്തിന് എടുക്കാവുന്നതിലേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെയായി ഈ പ്രശ്നത്തിന് തിരുവനന്തപുരത്തേക്ക് വിളിക്കണേ. എവിടെ നിന്ന് കിട്ടിയോടോ തനിക്ക് ഈ പ്രസിഡന്റിനെ? അതിനൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റ്. നാട്ടുകാരുടെ റോഡ് എന്താക്കണ പൈസ കൊണ്ട് സ്വന്തം വീട് നന്നാക്കിയാനല്ലേ നിങ്ങളുടെ പ്രസിഡന്റ്? ഇവിടെ ഇദ്ദേഹം ആയതുകൊണ്ട് ഉപകാരമില്ലെങ്കിലും ഉപദ്രവമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, മറിച്ചൊരു പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ചത്. എന്റെ വഴിയിൽ MIT വെച്ചാൽ ഇനിയും ഞാൻ തകർക്കും. കാലിരാഘവൻ അമ്മായി കാക്കനെയും കൊണ്ടുവരണ്ട. എട രാവക, നല്ല അക്ഷരശുദ്ധി. എന്തോ എട കാലിരാവക, എന്തെന്തോ. ചരിത്രത്തിൽ എത്ര യുദ്ധം ഉണ്ടായിക്കണ്? ഒരുപാട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ യുദ്ധമൊക്കെ ഇല്ലാണ്ടായി? അതങ്ങനെ എങ്ങനെ ഇല്ലാണ്ടായി? അത് അങ്ങനെ ഇങ്ങനെയൊന്നല്ല, പിന്നെ ഇടപെടലുണ്ട്. ഇടപെടലുകൊണ്ട് ഒരു മേശന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു യുദ്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് മേശ എടുത്തു. എവിടെ നിന്നാ മതി, മേശ ഒന്നും എടുക്കാൻ പോണ്ട. പിന്നെ എടാ, ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ ആരാധകർത്ത് നിങ്ങൾ തന്നെ. ഞാനല്ല. എന്നാ പ്രസിഡന്റ് ആയിരിക്കും. ഞാൻ പ്രശ്നത്തെ പറ്റിയൊന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിടുമ്പോഴേക്കും ഭൂമി മലയാളം മുഴുവൻ കത്തിയിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായി. മൈനം പാണ്ടനെ കുത്തിയതിന്. എടാ കാലിരാഘവ, എന്തോ. എടാ കന്നാലിരാവക, എന്തെന്തോ. നാക്കാലിന്റെ വർത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. മനുഷ്യൻ മൂർച്ചുള്ള കത്തി കൈമ പിടിച്ച കുത്തിറാത്തി നടത്തുമ്പോഴാ ഓന്റെ ഒരു ഉദാഹരണം പറച്ചില്. വാസു, എന്താ എന്റെ പ്രശ്നം? 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. അത് മോശമായിപ്പോയി. അത് ശരിയാ, കേറ്റി പൊളിച്ചത് മോശമായി പോയി. തല്ലി പൊളിക്കാറുന്നില്ലേ? കാലിയേ, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയില്ല ഇവന്റെ MIT കൊണ്ട് വെക്കുക. അത് മോശമായിപ്പോയി വാസു. സാറിയില്ല ദാമോദര. അയ്യോ, മൂക്കിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ആകാശവാണി റേഡിയോ. ഒന്ന് ഓടിയ പ്രശ്നം അതൊന്നുമല്ല. 10-28 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഏറെ കൊതിച്ചു. ചെയ്യാത്ത ചികിത്സയില്ല, നേരാത്ത വഴിപാടില്ല. ഞാൻ പ്രശ്നത്തെ പറ്റി ഒന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിക്കല് നിർത്തിയാട്ടെ. ദാമോദര അജ്ജി പറയും. അവസാനം ഈ 50-ആം വയസ്സിൽ ആലോചിച്ച് എനിക്ക് സഹിക്കണില്ല. എടോ, അതൊരു നല്ല കാര്യമല്ലേ. അതിന് എന്തിനാ കാര്യമാണ്? എന്റെ MIT പൊളിച്ചപ്പോ ഞാനൊരു ഉന്തുന്തി എന്നുള്ളത് നേരാ. അത് ശരിയാ. MIT പൊളിച്ച ആരായാലും ഒരു ആ ഉന്തിൽ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മോ, എമ്മാതിരി ഉണ്ടായിരിക്കും അത്. സ്വപ്നങ്ങളൊക്കെ തകരണ ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? ഇയാളൊരു മുടിഞ്ഞ വിളി, അതൊക്കെ കള്ള മനുഷ്യ. MIT തകർന്നോടെ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. പൈസ കൊടുത്ത് MIT ഇനിയും കിട്ടും. നിന്റെ ഉന്തിൽ ഞാൻ ചെന്ന് വീണത് ഗർഭിണിയായ എന്റെ ഭാര്യയുടെ വയറ്റത്താ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് പിറക്കാനിരിക്കുന്ന എന്റെ കുഞ്ഞാടോ. ഓ, അല്ല അമ്മായി കാക്ക, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഒരു പോംവഴി? വാസുവോ, ദാമോദര, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ?
വഴക്കും വക്കാണും കൂടിയിട്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളെ ചെറിയ ബുദ്ധി തോന്നിയൊരു വിവരം നമ്മൾ നിങ്ങളോട് പറയാ. പത്രം കൊടുക്കല് വാസുവിന്റെ ജീവിത പ്രശ്ന. പത്രം കിട്ടുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് MIT നന്നാക്കണത് വരെ വാസു കൊടുക്കണ പത്രം ദാമോദരൻ എല്ലാ വീട്ടിലാണ്ട് എത്തിക്കുക. എന്തേ ദാമോദരന്റെ നഷ്ടം തീരാത്ത നഷ്ടാണ്. ദാമോദരന്റെ ഭാര്യയ്ക്ക് ഇഞ്ഞ് ഗർഭം ഉണ്ടാകണത് വരെ വാസുവിന്റെ കൂടെ അങ്ങോട്ട് താമസിക്കട്ടെ.